പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ തട്ടിപ്പിനെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. QR കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞെട്ടിക്കുന്നതാണ് ഈ തട്ടിപ്പ്. തീർത്തും അപ്രതീക്ഷിതവും പെട്ടെന്ന് പിടിക്കപ്പെടാത്തതുമായ വിരുദ്ധ. 2 ദിവസം മുൻപ് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയാണ് ഇത്. ദുബായിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള QR കോഡിന് മുകളിൽ മറ്റൊരു QR കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതിന്റെ വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നിരവധി പേർ നമ്മളെ വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇന്നലെയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. RTOയുടെ മാർഗനിർദ്ദേശം പ്രധാനമായും ഇങ്ങനെയാണ്: സംശയമുള്ള QR കോഡുകൾ സ്കാൻ ചെയ്യരുത്, അത് ഉപയോഗിക്കരുത്, അത്തരം QR കോഡ് സ്കാൻ ചെയ്ത് പണം അടയ്ക്കരുതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളോ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ കവർന്നെടുക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, വ്യക്തി വിവരങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഷെയർ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്ന പ്രധാന നിർദ്ദേശം പണമടയ്ക്കാൻ വേണ്ടി, പാർക്കിങ്ങിൻ്റെ പണം അടയ്ക്കാൻ വേണ്ടി ഔദ്യോഗിക ചാനലുകൾ മാത്രം ഉപയോഗിക്കുക. 1 SMS, 2 മെഷീൻ പേയ്മെൻറ്റ്. ഈ പാർക്കിംഗ് കേന്ദ്രങ്ങളിലൊക്കെ മെഷീൻ ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റ് നടത്തുക. അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുക. ഇത് 3 ഏറ്റവും സേഫ് എന്ന് പറയുന്നുണ്ട്. സംശയം തോന്നിയാൽ RTOയുടെ ഔദ്യോഗിക ചാനലുകൾ വഴി പരാതി നൽകണം, ഇക്കാര്യം അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.